ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ സമർപ്പണ വഴികളിലെ വിശുദ്ധ സൂനങ്ങളെ അവതരിപ്പിക്കുന്ന ഗുഡ്നസ് ടിവിയുടെ സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹസ്വാഗതം. വ്യത്യസ്തമായ സന്യാസ സമർപ്പണ ജീവിത വഴികളെയാണ് ഈ വേദി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും തൻ്റെ ജീവിതം കൊണ്ട് പുതിയ ഒരു ജീവിതചര്യ തന്നെ രൂപപ്പെടുത്തിയ ഒരു അനുപമമായ സന്യാസ സമർപ്പണ സാക്ഷ്യമാണ് ഈ വേദിയിൽ നമ്മോടൊപ്പം. റെവറൻഡ് സിസ്റ്റർ മേരിക്കുട്ടി കിണറ്റുകര മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ ഒട്ടനവധി ജീവിത സാക്ഷ്യങ്ങൾ ഈ വേദിയിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സിസ്റ്റർ മേരിക്കുട്ടി മറ്റൊരു ജീവിത സാക്ഷ്യമാണ്. സ്വാഗതം ചെയ്യാം സിസ്റ്റർ മേരിക്കുട്ടി കിണറ്റുകര. സിസ്റ്റർ മേരിക്കുട്ടി മാത്യു ഇടുക്കി ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിൽ സെന്റ് തോമസ് ഇടവകയിൽ കിണറ്റുകര കുടുംബത്തിൽ കെ ടി മാത്യുവിന്റെയും ഏലിക്കുട്ടി മാത്യുവിന്റെയും 5 മക്കളിൽ 5ാമത്തെ ആളാണ് മേരി എന്ന് വിളിക്കപ്പെടുന്ന സിസ്റ്റർ മേരിക്കുട്ടി മാത്യു. സിസ്റ്റർ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സെന്റ് മേരീസ് ഇടവകയിൽ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ആയുഷ്യ എന്ന സമഗ്ര ആരോഗ്യ കേന്ദ്രത്തിൽ യേശുവിന്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ ഒരു ഉപകരണമായി സേവനം ചെയ്യുന്നു. മരുന്നില്ലാ ചികിത്സകളായ പ്രകൃതി ജീവനം, പ്രകൃതി കൃഷി, അക്യുപ്രഷർ, ഫുഡ് റിഫ്ലക്സോളജി, കപ്പിംഗ്, സേനർ കൗൺസിലിംഗ് തുടങ്ങിയ പാരമ്പര്യ ചികിത്സാ രീതികളിലൂടെ ജനങ്ങളിലേക്ക് ഈശോയുടെ സൗഖ്യദായക സന്ദേശം എത്തിക്കാൻ ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്നു. സിസ്റ്റർ മേരിക്കുട്ടി മാത്യുവിനെ സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ജീവിക്കുവാൻ വേണ്ടി ജീവിക്കുന്നവരല്ല, ജീവിപ്പിക്കുവാൻ വേണ്ടി ജീവിക്കുന്നവരാണ് ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്ന ക്രൈസ്തവ ജന്മങ്ങൾ. സമർപ്പിതർ ക്രിസ്തുവിൻ്റെ ജീവൻ അനേകായിരങ്ങളിലേക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് സ്വന്തം ജീവൻ അർപ്പിക്കുന്നവരാണ്. ജീവിക്കുവാനും ജീവനേകുവാനും വന്ന ക്രിസ്തുനാഥന്റെ യഥാർത്ഥ പ്രതിരൂപങ്ങളിൽ ഒരാൾ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട സിസ്റ്റർ മേരിക്കുട്ടിയെ നമുക്ക് ഒരിക്കൽ കൂടി സ്വീകരിക്കാം, ഇരിക്കാം. ഒരു രോഗം വന്നാൽ തളർന്നു പോകാനുള്ളതേ ഉള്ളൂ പല മനുഷ്യ ജന്മങ്ങളും. മനസ്സ് തളർന്ന് തനിക്ക് സംഭവിച്ച ദുരന്തപൂർണമായ ഓർമ്മകൾ അയവിറക്കി ജീവിതത്തിന് ശിഷ്ടകാലം ജീവിച്ചു തീർക്കുകയാണ് പലരും. എന്നാൽ തനിക്ക് ഒരു രോഗം ബാധിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള വഴികൾ തേടുക മാത്രമല്ല, ആ അതിജീവനത്തിന്റെ വഴികൾ പാഠങ്ങളാക്കി അനേകർക്ക് ജീവിത വഴികൾ കാണിച്ചു കൊടുക്കുന്നവർ മഹാന്മാരാണ്. മഹത്വപൂർണമായ ജീവിതത്തിന്റെ ഉടമയാണ് സിസ്റ്റർ മേരിക്കുട്ടി എന്ന് അഭിമാനബോധത്തോടു കൂടി ഏറ്റുപറഞ്ഞുകൊണ്ടാണ് സിസ്റ്ററിന്റെ ജീവിത വഴികളിലൂടെ നമ്മൾ ഇന്ന് സഞ്ചാരം നടത്തുന്നത്. സിസ്റ്റർ ജി, സുഖമാണോ? സുഖമാണ്, വളരെ സുഖമാണ്. ഈ സന്യാസ ജീവിതത്തിന്റെ വഴികളിലൂടെ പെട്ടെന്ന് നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാം. എവിടെയാണ് വീട്? വീട് ഇടുക്കി ജില്ലയിലാണ്, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഇടവകയിലെയാണ്. ഏതിടവകയാണ്? സെന്റ് തോമസ് ചർച്ച് ചെമ്മണ്ണെന്ന് പറയും. ചെമ്മണ്ണ അല്ലേ? കാഞ്ഞിരപ്പള്ളി രൂപത. കാഞ്ഞിരപ്പള്ളി രൂപത. മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ? ചാച്ചനും അമ്മച്ചിയും മരിച്ചുപോയി. ഞങ്ങൾ 5 മക്കളാണ്. 5 പേരിൽ 5ാമത്തേതാണ് ഞാൻ. 2 ചേച്ചിമാരും 2 ആങ്ങളമാരും ഉണ്ട്. മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ ഈ സന്യാസിനി സഭയിൽ ജോയിൻ ചെയ്ത് തുടങ്ങിയുള്ള ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ 1994 മെഡിക്കൽ മിഷൻ സന്യാസ സമൂഹത്തിൽ ചേരുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം 4 വർഷത്തെ ഫോർമേഷൻ കഴിഞ്ഞ് 1997 ഓഗസ്റ്റിലാണ് ഫസ്റ്റ് പ്രൊഫഷൻ എടുത്തത്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് സ്ലമ്മിൽ
HIV AIDS രോഗികൾക്ക് വേണ്ടി ഒരു വർഷത്തോളം അവിടെ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം ഞാൻ 2 വർഷം PG ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി. ഗാന്ധിഗ്രാം ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന കോഴ്സ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞാണ് ഒരു മിഷനറി ലൈഫിനെ കുറിച്ച് ചിന്തിക്കുകയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് ഓപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ കേരള പ്രോവിൻസിലെ ഒരംഗമാണ്. എങ്കിലും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ളത് കൊണ്ട് തന്നെയല്ല, എൻ്റെ പഠനവും റൂറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളാണ് എനിക്ക് പറ്റിയൊരു ശുശ്രൂഷ മേഖലയെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി സുപ്പീരിയേഴ്സിനോട് ചോദിക്കുക, എനിക്ക് അനുവാദം കിട്ടി. ഞാൻ അങ്ങനെയാണ് 2001 ആദ്യം മേഘാലയത്തിലേക്കാണ് പോകുന്നത്. 5 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം 2005 തൊട്ട് 2010 വരെ നാഗാലാൻഡിലായിരുന്നു. അപ്പം ഞാൻ ഈ 2 സംസ്ഥാനത്തും ആയിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും കേരളത്തിലേക്ക് വന്ന ഒരു ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ചില്ല. കാരണം സന്യാസ സമർപ്പണത്തിൻ്റെ ഒരു പൂർണ്ണതയിൽ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം അവിടെ ജീവിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 2010 ക്യാൻസറാണ് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം വന്നത്. ആ ഒരു ആദ്യത്തെ ഒരു തിരിച്ചറിവ് വല്ലാത്തൊരു ഭയങ്കര ഷോക്കിങ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. ഞാൻ വില്ലേജിൽ ഒരു 10 ദിവസത്തെ ഒരു പ്രോഗ്രാമായിട്ട് പോയതാണ്. അപ്പം പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ശരീരത്തൊരു സിസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്യൂമർ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ ഫോർമേഷൻ്റെ സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ശരീരത്ത് വല്ല ട്യൂമറോ സിസ്റ്റോ ഒക്കെ കാണുവാണെങ്കിൽ ശ്രദ്ധിച്ചോണം. അപ്പം ഞാനൊരു കുറച്ച് ദിവസത്തെ പ്രോഗ്രാമായിട്ട് വില്ലേജുകളിൽ കൂടെ ആയതുകൊണ്ട് ഞാനോർത്ത് തിരിച്ചു വരുമ്പം പറയാം, കാര്യമാക്കണ്ട എന്ന് കരുതി. അപ്പം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സിസ്റ്റർ ഞങ്ങളുടെ തന്നെ ക്ലിനിക്കിൽ കൊണ്ടുപോയി നോക്കിയിട്ട് പറഞ്ഞു, നമുക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടർ നോക്കിയപ്പം പറഞ്ഞു, ഇതൊരു താറാമുട്ടയുടെ അത്രയും വലിപ്പമുണ്ട്, അപ്പം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം പോയി ടെസ്റ്റ് ചെയ്തു. പക്ഷെ ആദ്യത്തെ റിപ്പോർട്ട് നെഗറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ തന്നെ എന്നെ സർജൻ്റെ അടുത്ത് വിട്ടു, ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേനും പോസിറ്റീവാണ്. അപ്പം ഞാൻ ഭയങ്കര അപ്സെറ്റായിപ്പോയി. ഞാൻ ഓർത്തു എൻ്റെ ലോകം ഇതോടുകൂടി അവസാനിച്ചു. അപ്പം ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് ഞാൻ ചോദിച്ചാൽ തിരിച്ച് മടത്തി വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പോയിന്ന് കുമ്പസാരിക്കണം. കാരണം ഞാൻ ഓർത്ത് ഇനി എനിക്ക് ജീവിതം ഇല്ല. അപ്പം നല്ലൊരു കുമ്പസാരം നടത്തുക, ആരോടെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഫോണെടുത്ത് അവരോടൊക്കെ വിളിച്ചു സംസാരിച്ചു. അപ്പം അതെല്ലാം കഴിഞ്ഞ് കേരളത്തിൽ നിന്ന് ഉള്ള പ്രൊവിൻഷ്യൽ പറഞ്ഞു, ഏതായാലും അവിടുത്തെ ടെസ്റ്റും റിപ്പോർട്ടൊക്കെ നമുക്ക് അത്ര റിലയബിൾ അല്ലല്ലോ, എന്നിട്ട് കേരളത്തിലേക്ക് പോരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് 2010 അവസാനത്തോടുകൂടി കേരളത്തിലേക്ക് വന്നത്. വന്നു കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഈ ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്തു. അന്നേരം റിസൾട്ട് അത് തന്നെയായിരുന്നു. അപ്പം ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഞാൻ അനുഭവിച്ച ഒരു മനോവേദന, ആകുലത ഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ച് കാരിത്താസിൽ പോയി റിപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്ലൂയിഡ് കൊടുത്ത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ കൂടെ 3 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേര് തിരിച്ചു പോന്നു, ഒരാൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ ഭരണങ്ങാനത്തേക്കാണ് വന്നത്. അവിടെ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ വന്നപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, പോയി റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. കാരണം ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു, തമ്പുരാനെ ഈ റിപ്പോർട്ടെങ്കിലും നെഗറ്റീവായിരിക്കണേ. അപ്പം ഞാൻ ചാപ്പലിൽ പോയി കുറച്ചു നേരം ഇരുന്നു, പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ മുറിയിൽ പോയി എൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. വെറുതെ കുറച്ച് പേജുകൾ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പേജിൽ കിട്ടിയൊരു വചനം എന്ന് പറഞ്ഞാൽ എ കോൾ ടു ഹോളി ലൈഫ്. വീണ്ടും 1-2 പേജ് ഞാൻ മറിച്ചു. അപ്പോൾ ഒരു വചനം, ഭയപ്പെടാതെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പം കുറച്ച് വചനങ്ങൾ അങ്ങനെ കിട്ടിയപ്പം ഞാൻ അറിയാതെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ശാന്തമായി. അപ്പം ഞാൻ അങ്ങനെ ചാപ്പലിൽ കുറച്ച് നേരം ഇരുന്നപ്പോൾ സിസ്റ്റർ വന്നു, റിപ്പോർട്ട് കിട്ടി. അപ്പോൾ സിസ്റ്റേഴ്സ് എന്നെ വിളിച്ചു. ഞാൻ ഇറങ്ങിച്ചെന്നു.
അപ്പോൾ അവർ പറഞ്ഞു റിപ്പോർട്ട് ഈസ് ദ സെയിം. അപ്പം എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം, എനിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വചനം കിട്ടിക്കഴിഞ്ഞ് ഞാൻ തമ്പുരാനോട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യം ഇതാണ്, റിപ്പോർട്ട് എന്താണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കൃപ തരണം. എനിക്കത് കിട്ടി. അപ്പം അതെനിക്ക് മതിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സർജറി, പിന്നെ 1 മാസം കഴിഞ്ഞ് കീമോതെറപ്പി, ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവുകയാണ്. ഏകദേശം 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റും റിക്കവറി പീരീഡും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. വീണ്ടും 1 വർഷം ഏകദേശം കഴിയാറായപ്പോഴത്തേനും ഞാൻ ഓക്കെ ആയി. ആ ഹെൽത്തൊക്കെ വീണ്ടും എടുത്തു. എന്നാൽ വീണ്ടും മിഷനിലേക്ക് പോകാം എന്നും കരുതി ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പം പെട്ടെന്ന് ഒരു ദിവസം വിശപ്പില്ല, ഭയങ്കര ക്ഷീണം. അപ്പം ഡോക്ടർ ഗംഗാധരനായിരുന്നു എൻ്റെ ഡോക്ടർ കാരിത്താസിൽ. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് ബി ആണോ എന്ന് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്കിത് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, എന്താ ഒരു പ്രവചനം പോലെ ഹെപ്പറ്റൈറ്റിസ് ബി ആണോ എന്ന്. അപ്പം ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. റിപ്പോർട്ട് വന്നു, ഹൈലി പോസിറ്റീവാന്ന് ഡോക്ടർ പറഞ്ഞു. ഉടനെ ഡോക്ടർ ചോദിച്ചു, സാധാരണ ഹെപ്പറ്റൈറ്റിസ് ബി ബ്ലഡിലൂടെയാണ് കിട്ടുന്നത്, എവിടെന്നെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബയോപ്സി 3 പ്രാവശ്യം ചെയ്തു, പക്ഷെ ബ്ലഡ് തന്നോ എന്ന് എനിക്കറിയത്തില്ല, സർജറിയുടെ സമയത്ത് വല്ലോ അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ റിപ്പോർട്ട് വന്നപ്പം അതിനകത്ത് എഴുതിയിരുന്ന ഒരു കാര്യം, എൻലാർജ്ഡ് ലിവർ ഡ്യൂ ടു കീമോതെറപ്പി. അപ്പോൾ അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഒരു ഷോക്കിംഗ് ന്യൂസ്. കാരണം ഡോക്ടർ കീമോതെറപ്പി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മുടി കൊഴിയും പക്ഷെ വരും, ഇത് മാത്രമേ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ ഈ റിപ്പോർട്ട് വന്നപ്പം എന്നെ ഞെട്ടിച്ചു. ചില കേസിൽ ഈ കീമോതെറപ്പി എന്ന മെഡിസിനിലൂടെ ഇത് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞ് ഡോക്ടർ വീണ്ടും എനിക്കൊരു ഇഞ്ചക്ഷൻ വന്നു. 6 മാസത്തെ മരുന്നും തന്നിട്ട് പറഞ്ഞു, ബെഡ് റിഡനായിട്ട് കിടക്കണം, ബെഡ് റെസ്റ്റ് എടുക്കണം, എങ്കിലേ ഈ രോഗം മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. അതെന്നെ വീണ്ടും വിഷമിപ്പിച്ചു. വീണ്ടും എനിക്ക് റെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിവേ 6 മാസം ആ മരുന്നും എടുത്ത് വീണ്ടും റെസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ മിഷനിലേക്ക് ഉടനെ പോകുന്നില്ല എന്നുള്ള കാരണം, എല്ലാ 4 മാസം കൂടുമ്പം കാരിത്താസിൽ പോയി ടെസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് പോയില്ല. അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ മിഷൻ സ്റ്റേഷൻ നടക്കുന്ന ആയുഷ്യയിലേക്ക് എനിക്ക് സ്ഥലം മാറ്റം തന്നു. ഞാൻ അവിടെയാണ്. അവിടെ നിന്ന് എപ്പോഴാണ് ഇങ്ങനെയൊരു പുതിയ സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രകൃതി ചികിത്സയുടെ ഒരു വഴിയിലേക്ക് വരുന്നത്? അപ്പോൾ ഞാൻ ഈ അലോപ്പതി ട്രീറ്റ്മെൻറ്റിൽ ചെയ്ത കോട്ടയത്ത് റെസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ തന്നെ സിസ്റ്റർ എലൈസ എന്നെ കാണാൻ വന്നപ്പം പറഞ്ഞു, ആയുഷ്യയിലേക്ക് വാ, വി ക്യാൻ ഡു സംതിങ് എൽസ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പ്രൊവിൻഷ്യൽ ആയുഷ്യയിലേക്ക് സ്ഥലം മാറ്റം തരുന്നത്. അപ്പോൾ ആയുഷ്യ എന്ന് പറയുന്ന സ്ഥാപനം ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് സെൻ്ററാണ്. മരുന്നില്ലാതെ ചികിത്സിക്കുന്ന ഒത്തിരിയേറെ ഹീലിംഗ് ടെക്നിക്സുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊന്നായിരുന്നു പ്രകൃതി ജീവനം, പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ പല വിധത്തിലുള്ള രോഗികൾ ഒത്തിരിയേറെ ചികിത്സാ രീതികൾ എക്സ്പീരിമെൻ്റ് ചെയ്തിട്ട് രോഗം മാറാതെ ഈ ഒരു പ്രകൃതി ക്യാമ്പിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. ഒരു ക്യാമ്പായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരാഴ്ചത്തെ പല വിധത്തിലുള്ള രോഗികൾ വരും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചെയ്തേച്ച് പോകാം എന്ന് തീരുമാനിച്ചു വരുന്ന രോഗികളെ ഒരാഴ്ചയ്ക്കുള്ളിൽ അവരുടെ രോഗത്തിന് ഭയങ്കരമായിട്ടുള്ള രോഗശമനം കിട്ടുന്നതായിട്ട് കണ്ടു. അപ്പം ഞാനും ഒരിക്കലും ഈ ക്യാമ്പിൽ പങ്കെടുത്തു ഒരാഴ്ചത്തെ. അതിനുശേഷം ഞങ്ങൾ പറയുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 40 ദിവസമാണ്. അപ്പോൾ ഒരാഴ്ച രോഗികൾ അവിടെ നിന്ന് പരിശീലിക്കും. ഒരു ഹെൽത്ത് പരിശീലനമായിട്ടാണ് കൊടുക്കുന്നത്. സ്വന്തം ആരോഗ്യം അവരവർ തന്നെ നോക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഒരു 40 ദിവസം അവർ വീട്ടിൽ പോയി തുടരും. അപ്പം ഞാനും അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത് വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തി അങ്ങനെ പോകുമ്പോൾ ഈ കീമോതെറപ്പിയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് എൻ്റെ മോണ മുഴുവൻ വ്രണങ്ങൾ കാണപ്പെടാൻ തുടങ്ങി. അപ്പം ഇത് പൊട്ടി വലിക്കാൻ തുടങ്ങി. അതിരൂക്ഷമായിട്ടുള്ള സ്മെല്ലായിരുന്നു. അപ്പം ഞാൻ ഈ 4 മാസത്തിലൊരിക്കൽ ഡോക്ടറിനെ കാണുന്നുണ്ട്. ഇതുകൊണ്ട് ഞാൻ വീണ്ടും കാരിത്താസിൽ ചെന്നു ഡോക്ടറിനോട് വിവരം പറഞ്ഞു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു ദന്തിസ്റ്റിനെ പോയി കാണാൻ പറഞ്ഞു. അപ്പം ചങ്ങനാശ്ശേരിയിലെ ചെത്തിപ്പുഴയിലുള്ള സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഡെന്റിസ്റ്റിനെ കണ്ടു.
അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇതിനൊക്കെ സർജറിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരാഴ്ചത്തെ മരുന്നും തന്നിട്ട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. തമ്പുരാൻ്റെ കൃപയെന്ന് പറയട്ടെ, അതോടുകൂടി ഞാൻ ആശുപത്രി പോക്ക് നിർത്തി. കാരണം എനിക്ക് മനസ്സിലായി കീമോതെറപ്പിയുടെ സൈഡ് ഇഫക്റ്റ് ഓരോന്നോരോന്ന് എൻ്റെ ശരീരത്ത് വരാൻ തുടങ്ങി. ഇനിയും അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് സർജറിയിലേക്ക് പോകുകയാണെങ്കിൽ ഇനി ഞാൻ അറിയുന്ന ആളെ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ വന്നു. എങ്ങനെയാണ് ഈ പ്രകൃതിയിലേക്ക് വരാനായിട്ടുള്ളതിന്റെ എന്താണ് ഇൻസ്പിറേഷൻ കിട്ടിയത്? ഇൻസ്പിറേഷൻ കിട്ടുന്നത് ഞാൻ ഈ പ്രകൃതി ജീവന ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, മനുഷ്യ ശരീരമാണ് ശരീരത്തെ സുഖപ്പെടുത്തുന്നത്. ശരീരം തന്നെയാണ് ശരീരത്തെ സുഖപ്പെടുത്തുന്നത്. അപ്പം മറ്റുള്ള ജീവജാലങ്ങൾ ചെയ്യുന്ന പോലെ അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ചെയ്യേണ്ട പ്രകൃതി ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറമായിട്ടുള്ള മനുഷ്യനെ തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു സ്വയം സുഖപ്പെടുത്താനായിട്ടുള്ള കഴിവുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പം രോഗത്തെ ചികിത്സിക്കേണ്ട കാര്യമില്ല, രോഗകാരണം കണ്ടെത്തി രോഗം സൗഖ്യപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം രോഗിക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നുള്ള പ്രകൃതി ജീവനത്തിലെ തത്വമാണ് ഇതിലേക്ക് വരാനായിട്ട് എന്നെ പ്രേരിപ്പിക്കും. മാത്രമല്ല, അലോപ്പതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പറഞ്ഞത്, ഭക്ഷണമായിരിക്കട്ടെ നിങ്ങളുടെ ഔഷധം, ഭക്ഷണമായിട്ട് കഴിക്കാൻ സാധിക്കാത്തതൊന്നും ഔഷധമാകരുതേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു രോഗാവസ്ഥയിലെ ഭക്ഷണം എന്ന് പറയുന്നത് വേവിക്കാത്ത ഭക്ഷണമാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്തത്, ഈ മോണയിൽ വ്രണം കണ്ടപ്പം തൊട്ട് ഞാൻ പെട്ടെന്ന് ചെയ്ത കാര്യം, എൻ്റെ മരുന്നായിട്ട് ഞാൻ വേവിക്കാത്ത ഭക്ഷണത്തിലേക്ക് മാറി. അതായത് ഓരോ സീസണിലുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിള്, നട്ട്സ്, ഇലക്കറികൾ ഇത് പച്ചയായിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പം അത് ഏകദേശം 1 വർഷത്തോളം ആ രീതിയിൽ നിൽക്കേണ്ടി വന്നു. എളുപ്പമല്ലായിരുന്നു, പക്ഷേ അതിൽ നിലനിൽക്കാൻ തമ്പുരാനൊരു കൃപ തന്നു. ആദ്യമൊക്കെ ഞാൻ രോഗം മാറാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 മാസമായി, 3 മാസമായി, 6 മാസമായി രോഗത്തിനൊരു വ്യത്യാസമില്ല. അപ്പോൾ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, കാരണം എൻ്റെ വെയിറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഞാൻ 60 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ആളെ 35 കിലോ ആയിട്ട് കുറഞ്ഞു. അപ്പം ഇനി അധികം നാൾ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരു ഇതൊക്കെ വന്നു. പക്ഷേ ഞാൻ തമ്പുരാനോട് പറഞ്ഞു, സുഖപ്പെടുത്താതിരിക്കുകയോ നിൻ്റെ ഇഷ്ടമാണ്, പക്ഷെ ഈ രീതിയിൽ നിലനിൽക്കാനുള്ള വരം തരണം. കാരണം വേദന കൊണ്ട് 3-4 മണിക്കൂർ കൊണ്ട് വേദന കൊണ്ട് പൊളയുമായിരുന്നു. ഞാൻ യാതൊരു പെയിൻ കില്ലർ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു കാര്യം, ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കേണ്ട ചികിത്സ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റേഡിയേഷനാണ് കൊടുക്കേണ്ടത്. നാച്ചുറൽ റേഡിയേഷൻ അത് വെയിലത്ത് പോയി ഇരിക്കുക, കിടക്കുകയോ ചെയ്യുക, സൂര്യപ്രകാശം, സൺബാത്ത്. ഞാൻ വേദനയുള്ള സമയത്ത് ടെറസിൽ പോയി കിടക്കും, വാ തുറന്ന് കിടക്കുമ്പോഴത്തേനും സൂര്യപ്രകാശം വായിലേക്ക് അടിക്കുമ്പോൾ ഈ വ്രണം എല്ലാം പൊട്ടി കുറേ ചോരയും പഴുപ്പും പോകും. അത് പാത്രത്തിൽ കൊണ്ട് പിടിച്ച് ഫ്ലഷ് ഔട്ട് ചെയ്യും. അങ്ങനെയാണ് ഒരു 10.5 മാസം ഞാൻ ജീവിച്ചത്. ഒട്ടും എളുപ്പമല്ലായിരുന്നു. സ്മെല്ല് കൊണ്ട് ഒരു മനുഷ്യർക്ക് എൻ്റെ അടുത്ത് വരത്തില്ലായിരുന്നു. മാത്രമല്ല, അതുപോലുള്ള ഇൻഫെക്ഷൻ ആയിരുന്നുകൊണ്ട് എൻ്റെ പല്ല് ഓരോന്നും പൊഴിയാൻ തുടങ്ങി. പഴമൊക്കെ കടിക്കുമ്പോൾ ആ പഴത്തിൻ്റെ കൂടെ പല്ല് ഊരിപ്പോരുമായിരുന്നു. അത്ര ഇൻഫെക്ഷനായിരുന്നു. അപ്പം അങ്ങനെയായി ഒരു 75% പല്ല് പൊഴിഞ്ഞു പോയപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒരു ദന്തിസ്റ്റിനെ കാണാം എന്ന് വിചാരിച്ച് ഞാൻ ദന്തിസ്റ്റിനെ കാണാൻ പോയി. അപ്പം ഡോക്ടറിനോട് ഞാൻ എൻ്റെ രോഗവും ചികിത്സാ രീതിയൊക്കെ പറഞ്ഞു. കേട്ട ഉടനെ ഡോക്ടർ പറഞ്ഞു, സിസ്റ്ററെ, കീമോ 6 എടുത്തില്ലേ, അതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഇത് 100% എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു അലോപ്പതി ഡോക്ടർ ഈ കീമോയുടെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഈ കീമോതെറപ്പിയുടെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഒത്തിരി വായിച്ചു, നെറ്റിൽ പരതി. അവിടെ എല്ലാം ഞാൻ കണ്ടത് ഞാൻ അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന സൈഡ് എഫക്റ്റുകൾ മുഴുവനുമാണ്. അപ്പം ഞാൻ ഓർത്ത്, ഇനി എന്ത് വന്നാലും ഞാൻ മരിച്ചാലും തമ്പുരാൻ്റെ ഇഷ്ടമായിട്ട് ഞാൻ എടുത്തോളാം, ഇനി ചികിത്സയ്ക്കില്ല. ഞാൻ ചികിത്സയെ ഭയന്നു. അപ്പോൾ ആ രീതിയിൽ ഞാനൊരു 10.5 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റായി. വെയിൽ കൊണ്ട് ഭക്ഷണം വേവിച്ചതൊന്നും കഴിച്ചില്ല.
പ്രാർത്ഥന, ഈ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു ചികിത്സാ രീതിയിലേക്ക് പെട്ടെന്ന് വരുന്നത് എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഈ ചികിത്സാ രീതികൾ, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്? ഇപ്പം ഏതൊക്കെ രോഗങ്ങൾക്ക് നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആണ്? എല്ലാ രോഗത്തിനും കാരണം ഇതൊരു ജീവിതശൈലി രോഗമാണല്ലോ. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, എല്ലാ മാരക രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പം നമ്മുടെ ഈ പ്രകൃതി ചികിത്സയെ നമ്മൾ ചെയ്യുന്ന ആ ജീവിത രീതി മാറ്റുക എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് ഭക്ഷണം മാത്രമല്ല, ഞങ്ങളൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. പ്രത്യേകിച്ച് ഒരു മാരക രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ടെൻഷൻ, സ്ട്രെസ് ഉണ്ട്, ആ രോഗത്തെക്കുറിച്ചുള്ളൊരു രോഗഭയമുണ്ട്. അപ്പം ഞങ്ങൾ കൗൺസിലിംഗ് കൊടുക്കും, പ്രാർത്ഥന കൊടുക്കും, ഭക്ഷണ രീതി ഇതായിരിക്കും, പിന്നെ നന്നായിട്ട് വിശ്രമിക്കാനായിട്ടുള്ള സാഹചര്യം കൊടുക്കും, കൗൺസിലിംഗ് ഉണ്ട്. അങ്ങനെ പല രീതികളിൽ കൂടെയാണ്. ഞാൻ തന്നെ ഓർക്കുന്നു, ഞാൻ ഈ ഒരു ചികിത്സ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി ടെൻഷന്, സ്ട്രെസ് എനിക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ തന്നെ എക്സ്പേർട്ടായിട്ടുള്ളൊരു സിസ്റ്റർ 2 ദിവസം എന്നോട് സംസാരിക്കാൻ വന്നിട്ട് ഒരു 5 ദിവസം എടുത്ത് എൻ്റെ ഉള്ളിൽ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്ന എല്ലാവിധ നെഗറ്റീവ് വികാരങ്ങൾ അതിനെല്ലാം കൗൺസിലിങ്ങും സൈക്കോതെറപ്പി ചെയ്ത് മാറ്റി. അപ്പോൾ അതിലൂടെ വന്നപ്പോഴത്തേനും എൻ്റെ ഒരു ഫിസിക്കൽ ഹീലിംഗ് ഫാസ്റ്റായിട്ട് തോന്നി. ഇപ്പം ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗികൾ, നാനാവിധത്തിലുള്ള രോഗികൾ വരാറുണ്ട്. അവരുടെ ആ മാനസിക പ്രശ്നങ്ങൾ അവരധികം പറയാറില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഹീലിംഗ് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സ്, ഇമോഷൻസ് കൂടെ ഹീല് ചെയ്തു പോകുമ്പം ഫിസിക്കൽ ഹീലിങ്ങിന് സമയം എടുക്കത്തില്ല. അതായത് ഉള്ളിലെ ഒരു ഹീലിംഗ് ആണ് ആദ്യം നടക്കേണ്ടത്. അതായത് നമ്മുടെ നെഗറ്റിവിറ്റി മാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുക, വിരോധങ്ങൾ ഇല്ലാണ്ടാകുക. അതൊക്കെ അങ്ങനെ വരുമ്പോഴാണ് സംഗതികൾ കൂടുതൽ ഇത് വരിക. അതെ അതെ. ഇപ്പൊ ഈ സിസ്റ്റർ ഈ ഒരു ലൈഫ് സ്റ്റൈല് തുടങ്ങി സുഖപ്പെട്ടത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്? ഞാനൊരു 11 മാസം എടുത്തു. 11 മാസം കൊണ്ട് ഈ പറഞ്ഞ ശരീരത്തിന്റെ ആ ഒരു അസുഖങ്ങളെല്ലാം, കീമോ കൊണ്ടുണ്ടായ ആ ഒരു റിയാക്ഷൻസ് എല്ലാം മാറി. ക്യാൻസറിന്റെ അണുക്കൾ ഒട്ടുമില്ല. തന്നെയല്ല, ഞാൻ 35 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഞാൻ 53 കിലോ വെയിറ്റിലേക്ക് വന്നു. സാധാരണ ഡോക്ടേഴ്സ് പറയാറുണ്ട്, പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീന് അല്ലെ മറ്റുള്ള ന്യൂട്രിയൻസ് കിട്ടേണ്ടത് പാല്, ഇറച്ചി, മീന, മുട്ട ഇത് കഴിക്കണമെന്ന്. ഞാൻ 2012 തൊട്ട് ഇന്ന് വരെ ഇറച്ചി, മീന, പാല്, മുട്ട ഒന്നും തൊട്ടിട്ടില്ല. പ്യുവർ വെജിറ്റേറിയൻ ആണ്. എനിക്ക് യാതൊരു ന്യൂട്രിയൻ്റെ ഡെഫിഷ്യൻസി ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നില്ല. എനിക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഇപ്പോൾ ഉണ്ട്. എൻ്റെ പ്രധാന തൊഴിലിപ്പം എന്ന് പറഞ്ഞാൽ കൃഷിയും പ്രകൃതി ചികിത്സയുമാണ്. കാരണം ശുദ്ധമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ കൃഷി ചെയ്യാതെ പറ്റത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നു. അവിടെയാണ് നമ്മുടെ മാർപ്പാപ്പയുടെ ലൗഡാത്തോ സി എന്നുള്ള ചാക്രിക ലേഖനത്തിന് പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്. കാരണം പ്രകൃതിയിൽ നിന്ന് അകന്ന് ഒരു ആരോഗ്യ സംരക്ഷണം സാധ്യമല്ല. ദൈവം സൃഷ്ടിച്ച ഈ സൂര്യനും ശുദ്ധവായുവും ജലവും മണ്ണും ഒക്കെ ഇല്ലാതെ എങ്ങനെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും? ആ ഒരു തിരിച്ചറിവ് എന്നെ കൃഷിയിലേക്ക്, എൻ്റെ ചാച്ചന് കൃഷിക്കാരനാണ്. അപ്പോൾ അന്നൊന്നും എനിക്ക് കൃഷിയോട് ഇത്രയും താല്പര്യം തോന്നിയില്ല. പക്ഷേ ഈ ഒരു ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പം ആ ഒരു വെളിച്ചം, തിരിച്ചറിവ് എനിക്ക് കിട്ടി. പ്രകൃതിയിലേക്ക് തിരിയുക, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ഏത് രോഗമാണെങ്കിലും അതിനുള്ള സൗഖ്യം കിട്ടും. കാരണം പ്രകൃതി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്. ദൈവം തമ്പുരാൻ എല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, നമുക്ക് വേണ്ടി, നമ്മുടെ ജീവനെ നിലനിർത്താനായിട്ടും ആ ജീവന്റെ സമൃദ്ധി അനുഭവിക്കാനായിട്ടും. സത്യം പറഞ്ഞാൽ ദൈവത്തെ എന്തുമാത്രം മഹത്വപ്പെടുത്തിയാലും എനിക്ക് മതിയാവില്ല ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. എനിക്കൊരു മടുപ്പെന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല. രാവിലെ 3:30 ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റാൽ 6:30 വിശുദ്ധ കുർബാനയും കഴിഞ്ഞാണ് ഞാൻ ജോലിക്ക് ഇറങ്ങുന്നത്. അത് ഒരു 8:30-9 മണിയൊക്കെ വരെ പോകും. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മടുപ്പെന്ന് പറയുന്നത് എനിക്ക് അറിയുന്നില്ല. തന്നെയല്ല, ഒരു രോഗ അവസ്ഥ എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഇല്ല. 9 വർഷമായിട്ട് ഞാനൊരു ഹോസ്പിറ്റലിലും പോകാറില്ല, ഒരു ചെക്കപ്പും ചെയ്യാറില്ല. കാരണം പ്രകൃതി ചികിത്സയിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങളെല്ലാം നമുക്കറിയാം. ഒരു ടെസ്റ്റിനും പോകേണ്ട കാര്യമില്ല. എത്രയായിരം രൂപ നമ്മൾ ചിലവഴിക്കണം, നമുക്ക് സ്വയം അറിയാം. അറിഞ്ഞു കഴിയുമ്പോൾ അതിന് വേണ്ടി തന്നെ അന്നും തമ്പുരാൻ. ഞാൻ ഓർക്കും,
ഈ തമ്പുരാൻ എന്നെ സുഖപ്പെടുത്തണമെങ്കിൽ 1-2 വിത്ത് നോ ടൈം ഹി കുഡ് ഹീൽ മീ. പക്ഷെ 10 മാസം എടുത്തത്. പിന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യം, എന്നെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുമായിരുന്നു. രോഗം എന്താണ്, അതിന് വന്ന പ്രതിവിധി എന്താണ്, എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാമെന്ന് മുഴുവനും പഠിപ്പിച്ചിട്ടാണ് തമ്പുരാൻ എന്നെ സുഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ട്രീറ്റ്മെന്റിന് വളരെ എളുപ്പമായി അല്ലേ? അതുകൊണ്ട് വളരെ എളുപ്പമായി. വേണമെങ്കിൽ വേറെ രീതി ചിന്തിക്കായിരുന്നു. ഇത്രയും കാലം ഇങ്ങനെ കഷ്ടപ്പെട്ട് കിടന്ന് എന്തിനാണ് എന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഓരോ അവസരങ്ങളും ചിലപ്പോൾ കഷ്ടപ്പാടായിട്ട് തോന്നുമെങ്കിലും പിന്നീട് അത് പരിശീലനമായിരുന്നു. നമ്മൾ സാവകാശം തിരിച്ചറിയുകയാണ്. വളരെ ശരിയാണ് അച്ഛാ. കാരണം അന്ന് 2010 രോഗം ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് റിപ്പോർട്ട് പറഞ്ഞപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ സന്തോഷിക്കുകയാണ്. നന്മയ്ക്കായിട്ടായിരുന്നു തമ്പുരാൻ എനിക്ക് തന്നതെന്ന്. അന്ന് നമുക്കത് മനസ്സിലായില്ല. അന്ന് മനസ്സിലായില്ല. പരിശീലന വഴികളിലൂടെ പോരുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും കാലം കൊണ്ട് 8-10 വർഷം കൊണ്ട് എത്ര ആളുകൾ അവിടെ വന്ന് എത്ര തരത്തിലുള്ള രോഗങ്ങൾക്ക് മാറ്റങ്ങളുണ്ടായി? മരക്കൊമ്പുകൾ ഒടിച്ച് തിന്നുന്ന ഒരു ജീവിയാണ് വനത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും ആരോഗ്യമുള്ള ആന. പ്രകൃതി കൃഷി എന്ന് പറയും. അതായത് നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള കൃഷിയാണ് ഞങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ എപ്പോഴും ചിന്തിപ്പിച്ച ഒരു കാര്യം തമ്പുരാൻ്റെ വചനം തന്നെയാണ്. ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. കാരണം അത് വളരെ കൃത്യമാണ്. ഇപ്പം കേരളത്തിലെ വീടുകളിൽ ഒരു വീട്ടിൽ ഒരാളെന്നുള്ളതാണ് ക്യാൻസർ രോഗികൾ. ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഡയബറ്റിക് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ടാണ് ഡയബറ്റിക് രോഗിയൊക്കെ ചികിത്സയിൽ ഇട്ട് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ചികിത്സയിലാണ്. മരിച്ച കുഴി വെച്ച് മൂടുമ്പോഴാണ് ചികിത്സ അവസാനിക്കുന്നത്.